ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രണവിനോട് പറയാണ്, ഞാനും നിൻ്റെ ഏട്ടത്തെയും കൂടി നിൻ്റെ ജീവിതം തകർത്തു എന്നല്ലേ പറഞ്ഞത്. എന്നാൽ ഈ ഈശ്വരമംഗലത്തെ അവകാശിയാണ് ഈ നിൽക്കുന്ന ശിവാനി തകർത്തത് എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടി പ്രണവിനെ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. പ്രണവ് ശിവാനിയോട് ചോദിക്കുകയാണ്, സത്യമാണോ ഈ കേൾക്കുന്നത്? നീ ഏട്ടൻ്റെ കുഞ്ഞിനെ നശിപ്പിച്ചോടി എന്നുള്ള ആ ചോദ്യം ചോദിക്കുമ്പോൾ വീണ്ടും അത് ഉയരാണ് കേട്ടോ. ഇതേ സമയം ശിവാനിക്ക് പെട്ടെന്നൊരു പതർച്ചയാണ്. എന്താണ് ഇവിടെ ഉത്തരം നൽകേണ്ടത് എന്നറിയാതെ ആകെ പതറി നിൽക്കണം കേട്ടോ. ഈ വസുന്ധരയോട് ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ എന്തിനെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന? ഈ ശിവാനി ചെയ്തത് ഇത്ര വലിയ ശരിയായ ഒരു കാര്യമാണ്? ഒരു പിഞ്ചു കുഞ്ഞിനെ കൊല്ലാതാക്കിയെന്ന് നോക്കിയത്, ഗർഭപാത്രത്തെ വെച്ച് തന്നെ കൊന്നത്, അതിനൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാണ്? എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഒന്ന് പറ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടു കൂടി സംസാരിക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ എന്ത് പറയണമെന്നറിയാതെ വസുന്ധര നിൽക്കാൻ കേട്ടോ. ഇതേ സമയം പ്രണവ്, ശിവാനി നിന്റെ വായിൽ നാക്കില്ലേ? നിന്നോട് ചോദിച്ചതിന് മറുപടി പറയാം. നീ എന്തിനാണ് ഈ പാപം ചെയ്തതെന്ന് പറയുമ്പോൾ ശിവാനി പൊട്ടിക്കരഞ്ഞുകൊണ്ട്, ഇല്ല ഞാൻ ചെയ്തില്ല പ്രണവ്, ഇവർക്ക് എന്നെ ദേഷ്യമാണ്, ഇവർക്ക് അസൂയ കൊണ്ട് പറയാണ്. ഞാനൊരു കുഞ്ഞിനും ജന്മം നൽകിയപ്പോൾ എന്നെ വെറുതെ ഇല്ലാത്തത് പറയാണ്. അത് കേൾക്കുന്ന നിധി വീണ്ടും അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും പ്രണവ് പറയണേ, അടിക്കല്ലേ, ഇവൾ ഉത്തരം പറയട്ടെ എന്ന് പറയട്ടെ. അങ്ങനെ പ്രണവ് വീണ്ടും ചോദിക്കണം, മര്യാദക്ക് നിന്നോട് ഞാൻ ചോദിച്ചതിന് മറുപടി പറ, നീ ചെയ്തില്ലേ എന്ന് ഉടൻ തന്നെ ശിവാനി പറയണേ, ഇല്ല ഞാൻ ചെയ്തില്ല. ഇവർ എന്ത് പറഞ്ഞാലും അതൊക്കെ എൻ്റെ മേലിടാനുള്ള ആ ഒരു കഴിവ് നിധിക്കും വസുന്ധരക്കുണ്ട്, നിധിക്കും ഗൗതമിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നതൊക്കെ നിങ്ങൾ വിശ്വസിക്കും. പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല എന്ന് തറപ്പിച്ച് പറയുമ്പോൾ ഉടൻ തന്നെ നിധി പറയാണ്, നിൻ്റെ കുഞ്ഞിനെ പിടിച്ച് നിനക്ക് സത്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. ഈ സമയം ആകെ ഞെട്ടിപ്പോവാണ് ശിവാനി. ഈശ്വര, എങ്ങനെ ഇപ്പോൾ സത്യം ചെയ്യുന്ന ഭാവത്തിൽ നിൽക്കുകയാണ്. ഇതേ സമയം വസുന്ധര അരുത് എന്ന് കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ ശിവാനിയാണെങ്കിലോ, ഇല്ലാത്ത കുഞ്ഞിൻ്റെ പേര് സത്യം ചെയ്യാൻ ആർക്കും പറ്റുമല്ലോ, ഇല്ലാത്ത കുഞ്ഞല്ലേ, അതുകൊണ്ട് സത്യം ചെയ്യാം എന്നും പറഞ്ഞ് പുച്ഛത്തോടു കൂടി ശിവാനി, അതിനെന്താ ഞാൻ സത്യം ചെയ്യാൻ, ഞാൻ ചെയ്തിട്ടില്ല, നിധിയുടെ കുഞ്ഞിനെ ഞാൻ കളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു വയറ്റിൽ വെച്ചിട്ട് തൻ്റെ കൈ വെച്ചിട്ട്, എൻ്റെ കുഞ്ഞാണേ സത്യം, ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടോ. ഇത് കേൾക്കുന്ന നിധി, ഇവൾ ഇതും ചെയ്യും ഇതിലപ്പുറവും ചെയ്തു, ഇവൾക്ക് സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ, ഇവളാണിത് ചെയ്തത് എന്ന് പറയുമ്പോഴേക്കും പ്രണവ് പറയണേ, സ്വന്തം കുഞ്ഞിനെ പിടിച്ച് ആരും സത്യം ചെയ്തിട്ടില്ല, സത്യം ചെയ്യില്ല, ചെയ്യാത്ത തെറ്റിൻ്റെ പേര് ഇനി എൻ്റെ ഭാര്യയെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല, മതി ഇവളെ അടിച്ചതെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ഗൗതം, ശരി, ഇതിന് ഇനി വേറൊരു തെളിവ് ഞാൻ കാണിച്ചു തരാം, ഇവൾ ഇതും ചെയ്യും ഇതിലപ്പുറം ചെയ്യും, കാരണം ഇവൾക്ക് നേരായ മാർഗത്തിൽ നടക്കുക എന്നുള്ള സ്വഭാവം ഇവളിലില്ല, ഇവളിൽ മറ്റുള്ളവർക്ക് ക്രൂരത ചെയ്യുക എന്ന് മാത്രമാണ് ഇവളിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവളാണിത് ചെയ്തത്, ആ ജ്യോതിർമയെ കൂട്ടി ഇവളാണിത് ചെയ്തതെന്ന സത്യം നിങ്ങൾക്ക് മുന്നിൽ ഞാൻ തെളിയിച്ചു തരാം എന്ന് ഗൗതം പറയുമ്പോൾ നിധിയും പറയണം, ശരി ഡോക്ടർ വരട്ടെ എന്ന് പറയട്ടെ. അങ്ങനെ ഡോക്ടറെ വിളിക്കാനുള്ള ഏർപ്പാട് ചെയ്യാണ്. പിന്നീട് ഗൗതം തൻ്റെ ഫോൺ എടുത്ത് ഡോക്ടർക്ക് വിളിക്കുകയാണ്. ഈ സമയം വസുന്ധരയും ശിവാനിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. ഈശ്വര, പെട്ടല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന ഭാവത്തിൽ നിൽക്കാൻ. അങ്ങനെ ഡോക്ടർ ഇങ്ങനെ യാത്രയാവാനേട്ടാ. അപ്പോൾ ഡോക്ടറോട് പറയണേ, ഡോക്ടർ നിങ്ങൾ എവിടെയാണ്? ഞാനിത് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്നാൽ എൻ്റെ വീട്ടിലോട്ട് വരണമെന്ന് പറയുമ്പോൾ ശരി ഞാൻ വരാമെന്ന് പറയട്ടെ. അങ്ങനെ ഡോക്ടറുടെ കടന്നു വരവായിട്ടോ. അപ്പോൾ ശിവാനിയാണെങ്കിൽ, ഈശ്വര എന്ത് ചെയ്യും, ഇനിയിപ്പോൾ താൻ എന്താണ് ഇനി ഇവിടെ ചെയ്യുക എന്നുള്ള പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഉടൻ തന്നെ ഡോക്ടർ പറയണേ, ഡോക്ടറെ വിളിക്കാനായിട്ടോ. അങ്ങനെ ഡോക്ടർ കയറി വരികയാണ്. അങ്ങനെ ഡോക്ടർ വന്നിട്ട് ഡോക്ടറോട് ചോദിക്കുകയാണ്, എൻ്റെ കുഞ്ഞിനെ കളയാൻ ശ്രമിച്ചത് ജ്യോതിർമയും അഞ്ജലിയല്ലേ? അതെ, അവർ തന്നെയാണ് എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന പ്രണവിനെ അങ്ങ് ദേഷ്യം പിടിക്കാനായിട്ടോ. പ്രണവ് ദേഷ്യത്തോടു കൂടി ശിവാനിയെ നോക്കുമ്പോൾ ഈ നിൽക്കുന്ന ശിവാനിയാണ് കേട്ടോ, അഞ്ജലിയല്ലേ, ഈ നിൽക്കുന്ന ശിവാനിയല്ലേ എൻ്റെ കുഞ്ഞിനെ കളയാൻ നോക്കിയതെന്ന് നിധി ചൂണ്ടിക്കാണിക്കുമ്പോൾ ഉടൻ തന്നെ ശിവാനിയെ കാണുമ്പോൾ, അയ്യോ ഈ കുട്ടിയല്ല വേറൊരു കുട്ടിയാണെന്ന് പറയണ്ട. എന്താ നിങ്ങൾ പറയുന്നത്? പച്ചക്കള്ളം പറയുന്നോ? നിങ്ങൾ അന്ന് എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞതിന് പുറമെ ഇനിയും നിങ്ങൾ നുണ പറയുന്നോ? ഒരു ക്രൈം ചെയ്ത ഒരു പെണ്ണിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ശരിയല്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞ് നിധി ചൂടാവുമ്പോൾ, അയ്യോ കുട്ടി, ഈ കുട്ടിയല്ല ജ്യോതിർമയുടെ കൂടെ വന്നത്, വേറൊരു പെൺകുട്ടിയാണ്, വേറൊരു ശിവാനിയാണ് വന്നത് എന്ന് പറയണ്ട. ഇതേ സമയം നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ ഉടൻ തന്നെ ഗൗതം പറയാൻ, ശരി നമുക്ക് ഹോസ്പിറ്റലിലെ CCTV ഫുട്ടേജ് എടുക്കാം എന്നുള്ള തീരുമാനം എത്തണം കേട്ടോ. അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അവിടെ വസുന്ധരയും ശിവാനിയും വീണ്ടും വിട്ടുപോവാണ്. CCTV ഫുട്ടേജ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാവും എന്നുള്ളത് അറിയാലോ. അതുകൊണ്ട് തന്നെ ശിവാനി, ഈശ്വര എന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഡോക്ടർ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ, നിങ്ങളെ എനിക്ക് വിശ്വാസമില്ല, നിങ്ങൾ പോകണ്ട, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്, നിങ്ങൾ ഇവിടെ ഇരുന്ന് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് ആ CCTV ഫുട്ടേജ് അയച്ചു തരാൻ വേണ്ടി എന്ന് പറയുമ്പോൾ ശരിയെന്ന് പറയണേ. അങ്ങനെ ഡോക്ടർ വിളിക്കുകയാണ്, ആ CCTV ഫുട്ടേജ് എടുക്കാൻ പറയാണ്. പിന്നീട് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ആ വീഡിയോ വരികയാണ്. ആ വീഡിയോയിലാണെങ്കിലോ ജ്യോതിർമയുടെ കൂടെ അന്ന് വന്നിരിക്കുന്ന ആ ശിവാനി
ശിവാനി ഉണ്ടല്ലോ, ശിവാനി എന്ന് പറഞ്ഞ് പകരക്കാരിയായ വേറൊരു പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അവളെ തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതാണ് ശിവാനി എന്ന് പറയുന്നു ഡോക്ടർ. അതുകൊണ്ട് അവിടെ ശിവാനിയുടെ കള്ളം പൊളിയുന്നില്ല കേട്ടോ. പക്ഷേ എങ്കിൽ ഇനി നിധിയും ഗൗതമും വിശ്വസിക്കുന്നില്ല ഇവൾ തന്നെയാണ് അത് ചെയ്തത് എന്ന് പറയുമ്പോൾ പ്രണവ് പറയുന്നത്, ഇത്രയും നേരം ഞാൻ എൻ്റെ ഭാര്യയെ അവിശ്വസിച്ചു, അതുകൊണ്ട് ഇനി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് വിശ്വസിക്കില്ല, അതുകൊണ്ട് മതി എൻ്റെ ഭാര്യയെ തല്ലിയത്, ഇനി തല്ലിക്കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം അങ്ങ് മാറുമെന്ന് പറയാനേട്ടാ. ഈ സമയം നിധി ദേഷ്യത്തോടു കൂടി പ്രണവിനോട് പറയാണ്, പ്രണവ് നീ ഒരു കാര്യം ചിന്തിച്ചോ, ഏറ്റവും വലിയ വിഷജന്മത്തെയാണ് നീ നിൻ്റെ കൈ പിടിച്ച് കയറ്റിയിരിക്കുന്നത്, അത് നീ ആലോചിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രണവ് അവിടെ നിന്ന് അങ്ങ് പോവാണ്. ശിവാനിനോട് ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു, ഇനി ഒരു ഗർഭിണിയാണെന്ന് നോക്കുക പോലും ചെയ്യാതെ ദേഷ്യപ്പെട്ട് സോറി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രണവ് പോവാണ്. പിന്നീടാണെങ്കിലോ പാറു ഇത്രയും വലിയൊരു കൊടും പാപം നിധിയോട് ചെയ്തവർ ആരാണെങ്കിലും ഈശ്വരൻ വെറുതെ വിടില്ല എന്ന് പാറു പറയുന്നുണ്ട്. ആ സമയം നിധിയോട് പറയുന്നുണ്ട്, മോളെ നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലെന്ന് കേട്ടപ്പോൾ വല്ലാത്ത വിഷമമായിപ്പോൾ ഞാൻ സന്തോഷവതിയാണെന്ന് പറഞ്ഞിട്ട് നിധിയെ അങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ശിവാനിയോട് അതിനിടയ്ക്ക് ചൂടാവുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. പിന്നീടാണെങ്കിലോ ഇങ്ങനെ നിർമ്മല വന്നിട്ട് പറയാണ്, അങ്ങനെ നിധിയുടെ കണ്ണീര് വീഴാൻ ഭൂമിയിൽ ദൈവം സമ്മതിക്കില്ല, നിധിയെപ്പോലെ നല്ല മനസ്സുള്ള ഒരു പെൺകുട്ടി എവിടെയും ഉണ്ടാവില്ല എന്ന് നിർമ്മല പറയുമ്പോൾ അത് വസുന്ധരക്ക് ദേഷ്യം പിടിക്കാനായിട്ടാ. അങ്ങനെ നിർമ്മലയെ അത് പറഞ്ഞിട്ട് അങ്ങ് പോവാണ്. പിന്നീട് വസുന്ധരയും ശിവാനി മാത്രമേ ഉള്ളൂ. അപ്പോൾ വസുന്ധര ഉടൻ തന്നെ ശിവാനിയോട് പറയാണ്, ഇനി എന്തർത്ഥത്തിലാണ് നീ ഇങ്ങനെ പറഞ്ഞത്, നീ എന്തിനാണ് നിൻ്റെ കുഞ്ഞിനെ പിടിച്ച് സത്യം ചെയ്തത്, എന്തിനാണ് ആ കുഞ്ഞിനെ പിടിച്ച് സത്യം ചെയ്യാൻ നിന്നത് എന്ന് പറയാനായിട്ടാ. അപ്പോൾ ഉടൻ തന്നെ എൻ്റെ ഹാൻഡി ഇപ്പോൾ ജീവരക്ഷയാണ് വലുത്, അല്ലാതെ ഇപ്പോൾ കുഞ്ഞിനെ പിടിച്ച് സത്യം ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാനാണത് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പ്രണവ് പോലും നമുക്കൊപ്പം നിൽക്കില്ല എന്ന് പറയട്ടോ. അങ്ങനെ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് എൻ്റെ പേടി അതൊന്നല്ല ആൻറ്റി, അവരിപ്പോൾ പറഞ്ഞത് ഒന്ന് കേട്ടോ, എന്ത് അവരിപ്പോൾ പോകുന്നതിന് മുന്നേ ഇതിന് പിറകിൽ കളിച്ച ഒരാളുണ്ടല്ലോ ജ്യോതിർമയി, നീ ഒപ്പം ഇല്ലെങ്കിലും ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം, ആ ജ്യോതിർമയെ വെറുതെ വിടില്ല, അതുകൊണ്ട് ചന്ദ്രബോസിനെ വിളിച്ച് വിവരങ്ങൾ പറയായിരിക്കും നല്ലത് എന്ന് പറയട്ടോ. അത് കേൾക്കുന്ന ശരിയാണ്, അത് മറന്നല്ലോ എന്നിങ്ങനെ പറയാണ് കേട്ടോ. പിന്നീട് ചന്ദ്രബോസിനെയും അവരുടെ ഭാര്യയാണ് കാണിക്കുന്നത്. അവരിങ്ങനെ അവിടെ ഭക്ഷണം കഴിക്കുകയാണ്, അവരുടെ ക്യാബിനിലിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുകയാണ്. ആ സമയം കാണാൻ ഫോൺ കോൾ വരുന്നത് ഇങ്ങനെ ചന്ദ്രബോസിനെ. അപ്പോൾ ഉടനെ ചന്ദ്രബോസ് ഫോൺ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ശിവാനിയാണല്ലോ എന്ന് പറയുമ്പോൾ ലൗഡിലിട് എന്ന് ജ്യോതിർമായി പറയുന്നുണ്ട്. അങ്ങനെ സ്പീക്കറിലിട്ട് സംസാരിക്കുകയാണ്. ആൻറ്റി അങ്കിൾ ഞാനാണ്, എന്താ ഈ നേരത്തെ എന്ന് ചോദിക്കുമ്പോൾ അതെ ഗൗതമും നിധി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, എന്തിന് എന്ന് പറഞ്ഞ ഉടൻ തന്നെ പറയാണ്, അതെ നിധിയുടെ കുഞ്ഞിനെ കളഞ്ഞത് നമ്മൾ രണ്ടുപേരോടെന്ന് അറിഞ്ഞിരിക്കുന്നു ഈശ്വര എന്ന് ജ്യോതിർമായി പറയുമ്പോൾ അതെ അറിഞ്ഞിരിക്കുന്നു, അവർ വരുന്നത് ഒരു തരം ഭ്രാന്ത് പിടിച്ച അവസ്ഥ പോലെയാണ്, അവരുടെ കൈകളിൽ ആൻറ്റിയെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് എന്താ ചെയ്യാന്നറിയില്ല, അതുകൊണ്ട് ആൻറ്റി രക്ഷപ്പെടാൻ നോക്കിയെന്ന് പറയണ്ട. അങ്ങനെ ശിവാനി ഫോൺ വെക്കാണ്. പിന്നീടാണെങ്കിലോ ജ്യോതിർമയോട് അങ്ങനെ സി കെ ചന്ദ്രബോസ് പറയണേ, നീ പോയിക്കോ, ഇനി നീ ഇവിടെ നിൽക്കണ്ട, പെട്ടെന്ന് പോയിക്കോ എന്ന് പറയണേ. അത് കേൾക്കുന്ന ജ്യോതിർമായി ഞാൻ പോയാൽ നിങ്ങളിവിടെ എന്ന് പറഞ്ഞുടനെ നിന്നെ അവരുടെ കൈകളിൽ കിട്ടിയാൽ തീർച്ചയായും അവർ നിന്നെ ഇഞ്ചിഞ്ചായി കൊല്ലും, അതിന് നിൽക്കണ്ട, നീ ഇവിടെ നിന്ന് പോ, തൽക്കാലം ഞാൻ പറഞ്ഞതൊന്ന് കേൾക്കുക, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ പോ എന്ന് പറഞ്ഞിട്ട് ജ്യോതിർമയെ അവിടെ നിന്ന് പറഞ്ഞയക്കുമ്പോഴേക്കും നിധിയും ഗൗതമും അവരുടെ ക്യാബിൻ കടന്ന് എത്തിയിട്ടുണ്ടാവും കേട്ടോ. വാതിൽ തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച ഈ പറയുന്ന നിധിയെയും ഗൗതമിനെ ആയിരിക്കും. ആ സമയം നിധി അങ്ങ് ചങ്കിനങ്ങ് പിടിക്കുകയാണ്. ഇതേ സമയം സി കെ ചന്ദ്രബോസ് എന്തിനാടി നീ എൻ്റെ ഭാര്യയെ പിടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സി കെ ചന്ദ്രബോസ് നിധിയുടെ നേർക്കങ്ങ് ചെല്ലുമ്പോഴേക്കും അവിടെ ഇരിക്കുന്ന ഫ്ലവർ കൂജ വെച്ചിട്ട് അങ്ങ് ഗൗതം സി കെ ചന്ദ്രബോസിൻ്റെ തലക്ക് ഒരൊറ്റ അടി അടിക്കുകയാണ് കേട്ടോ. അതോടുകൂടി സി കെ ചന്ദ്രബോസ് ഗൗതമിൻ്റെ കൈകളിലോട്ട് അങ്ങ് വീഴാണ്. പിന്നീട് ഗൗതം കഴുത്തിനങ്ങ് പിടിച്ചിട്ട് കാരണക്കുറ്റി നോക്കി ഒന്നങ്ങ് കൊടുത്തിട്ട് എന്ത് ക്രൂരതയാണ് നീ ചെയ്തത്. അപ്പോഴേക്കും നിധിയാണെങ്കിലോ അടിയോടടി അടിക്കുകയാണ് കേട്ടോ. ജ്യോതിർമയെ നീ എന്തിനാടി എൻ്റെ കുഞ്ഞിനെ കളഞ്ഞത്, ആരും ചെയ്യാത്ത ക്രൂരത നീ എന്തിന് ചെയ്തു, ലോകം എന്തെന്നറിയാത്ത എൻ്റെ കുഞ്ഞിനെ, ഭൂമിയിലോട്ട് പിറന്നു വീഴും പോലും ചെയ്യാത്ത കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കൊന്ന നിന്നെ പോലെ ഒരു പെണ്ണിനെ വെറുതെ വിടാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് തലങ്ങും വിലങ്ങും ഇട്ട് അടിക്കാൻ കേട്ടോ. നിർത്താതെ അടിച്ചും കൊണ്ടിരിക്കുകയാണ്. പിന്നീട് കഴുത്തിനെങ്ങനെ പിടിച്ച് ഞെരിക്കണം. ആ സമയം ജ്യോതിർമായി പറയുന്നുണ്ട്, നിധി എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, നിധി എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ആ സമയമാണെങ്കിലോ അവിടെ ഇരിക്കുന്ന കത്തി കൊണ്ട് സി കെ ചന്ദ്രബോസിൻ്റെ കഴുത്തിൽ ഗൗതം വെച്ചിട്ടുണ്ട്, വനങ്ങര നിന്ന് കാണുക മാത്രം എന്ന് പറയണം. അങ്ങനെ നിധി തലങ്ങും വിലങ്ങും മതിയാവോളം ഇട്ടടിക്കണം, നിന്നെ ഞാൻ കൊല്ലൊടി എന്നൊക്കെ ഇങ്ങനെ പറയണം. ആ സമയം സി കെ ചന്ദ്രബോസ് പറയുന്നുണ്ട് അരുത് ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് പറഞ്ഞ ഉടൻ തന്നെ ഗൗതം സി കെ ചന്ദ്രബോസിൻ്റെ കരണക്കുറ്റിക്ക് നോക്കി അടിക്കാൻ കേട്ടോ. പിന്നീട് നല്ല കിട്ടുക്കൻ സീനാണ്. അങ്ങനെ
അങ്ങനെ ആ അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗൗതം പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ കൊന്നതിൽ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഇല്ലാതാക്കിയതിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ഇന്ന് മുതൽ നിങ്ങളുടെ ചെവിയിൽ നുള്ളിക്കോ. ഇന്നേക്ക് 100-ാം നാൾ, അതായത് 100-ാമത്തെ ദിവസം നീ പിച്ചച്ചട്ടി എടുത്ത് റോട്ടിലൂടെ നടക്കുന്നത് കാണാം. നിൻ്റെ ഈ സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ട് നിനക്കൊന്നുമില്ലാതെ നീ പോകുന്നത് കാണാമെന്ന് പറയണം. അതിനിടയ്ക്ക് നിധി പറയുന്നുണ്ട്, നിങ്ങളുടെ ഒരു കുഞ്ഞിനെയാണ് കൊന്നതെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം വേദനയുണ്ടാവും, അതുകൊണ്ട് ഞങ്ങളത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കത്തിയൊക്കെ എറിഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ CK ചന്ദ്രബോസ് പിറകിൽ നിന്ന് വിളിക്കുകയാണ്, എൻ്റെ സ്വത്തും സമ്പാദ്യവും എൻ്റെ ബിസിനസ്സൊന്നും നിനക്കൊരു കാലത്തും കളയാൻ കഴിയില്ല. അതിലേറ്റവും വലിയ തെളിവാണ് നിൻ്റെ വീട്ടിൽ നീ എനിക്കൊപ്പം അടിമയെ പോലെ നിൽക്കേണ്ടി വന്നില്ലേ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നല്ല കിടുക്കൻ സീനാണ്. ഇനി CK ചന്ദ്രബോസിൻ്റെ തകർച്ച തന്നെയാണ് ഇനി വരുന്നത് കേട്ടോ.